ഇന്ന് ലോക വനദിനമാണ്. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് നാടും നഗരവും. വികസനത്തിന്റെ പേരിൽ കടന്നുകയറ്റങ്ങളും ചൂഷണങ്ങളും മനുഷ്യർ പതിവാക്കുമ്പോൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് വനങ്ങളാണ് എന്ന ഓർമ്മപ്പെടുത്തലായി ഒരു വനം തിരുകൂടി കടന്നു പോവുകയാണ്. വനനശീകരണത്തിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 നവംബർ 28 ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗത്തിലാണ് മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കാൻ തീരുമാനമായത്. പ്ലാസ്റ്റിക് വസ്തുക്കളും ഇക്കോ ടൂറിസം പോലെയുള്ള പദ്ധതികൾ മൂലമുണ്ടാകുന്ന ദുരന്ത ഫലങ്ങൾ ലോകത്തിലെ എല്ലാ വനങ്ങളുടെയും നിലനിൽപ്പിനെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ഭൂമിയുടെ 1/3 ഭാഗം വനമാണ്. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഈ ഭൂഭാഗമാണ് ഭൂമിയെ മനുഷ്യവാസ യോഗ്യമാക്കുന്നതിലെ മുഖ്യ ഘടകം. മണ്ണിനെ ജൈവസമ്പുഷ്ടവും ഭൂമിയെ ജലസമ്പന്നവുമാക്കുന്നതിൽ വനത്തിന്റെ പങ്ക് ഇന്നത്തെ വരണ്ടുണങ്ങി മാറുന്ന വരൾച്ച മാറ്റങ്ങൾ കാണിച്ചു തരുന്നു. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് നാടും നഗരവും. പ്രകൃതിയെയും കാടിനെയും സംരക്ഷിച്ച് ജീവിക്കാൻ ഇനിയെങ്കിലും മനുഷ്യൻ ശീലിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളെ വീണ്ടും നേരിടേണ്ടി വരുമെന്ന സൂചനയാണ് ഈ വേനൽക്കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഭൂമിയിലെ ബഹുഭൂരിപക്ഷം ജൈവ വൈവിധ്യത്തിൻ്റെയും ഉറവിടമാണ് കാടുകൾ. ഏകദേശം 160 കോടി ജനങ്ങൾ അവരുടെ ഭക്ഷണം, താമസം, ഊർജം, മരുന്ന് എന്നിവയ്ക്കായി കാടിനെ ആശ്രയിക്കുന്നുവെങ്കിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വനനശീകരണത്തിൻ്റെ തോത് വളരെയധികം ഭീതി ഉണർത്തുന്നതാണ്. ഒരു വർഷം ശരാശരി 1 കോടി ഹെക്ടർ വനമേഖലയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1990 ശേഷം മാത്രം 42 കോടി ഹെക്ടർ വനം നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. കാടുകളുടെയും മരങ്ങളുടെയും പ്രാധാന്യത്തെയും ഗുണങ്ങളെയും പറ്റി ബോധവൽക്കരണം നൽകുന്നതിനൊപ്പം മരങ്ങൾ മുറിക്കാതിരിക്കുകയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന വനനശീകരണങ്ങളിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.